Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും SK ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമ്മൾ 1-2 ദിവസമായി വീഡിയോ ചെയ്തിട്ട് സൺഡേ പൊതുവെ മിസ്സാക്കാത്തതാണ്. പക്ഷെ ഇന്നലെ മിനിഞ്ഞാന്ന് ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ ഇന്നലെയും ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് മഴയുണ്ടായിരുന്നു. കൂടാതെ നമ്മുടെ ഏരിയയിലൊക്കെ നല്ലൊരു മഴ, കൂടാതെ കുറച്ച് തിരക്കിലും പെട്ടു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമുക്കിന്ന് നിഫ്റ്റി അതുപോലെ സ്മോൾ ക്യാപ്പിൻ്റെ ഒക്കെ ചാർട്ടുകൾ നോക്കാം. കൂടാതെ ഒരു സ്റ്റോക്ക് നമുക്ക് എല്ലാ ദിവസത്തെയും പോലെ അനലൈസ് ചെയ്യാം. നിഫ്റ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റി ഒരു 159 പോയിന്റ് ഒരു താഴത്തോട്ടുള്ളൊരു പോക്കാണ് പോയത്. ഏകദേശം ഒരു 300 പോയിന്റോളം നിഫ്റ്റി ഫോൾ ആയിരുന്നു. പക്ഷേ അവസാനത്തെ ഒരു 5 മിനിറ്റ് സ്കാനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ ക്ലോസിങ് 24,600 മുകളിലൊരു ക്ലോസിങ് കിട്ടി. നമുക്ക് ഡെയിലി ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു നിഫ്റ്റിയുടെ. ആ റെസിസ്റ്റൻസ് ഏരിയ ഇന്നലെ നല്ലൊരു ക്ലോസിംഗ് ആണ് കിട്ടിയത്. പക്ഷെ ഇന്ന് വീണ്ടും ഒരു സെൽ ഓഫ് വന്നു. കാരണം മിക്കവാറും എനിക്ക് തോന്നുന്നു ഒരു എക്സ്പയറി ആയിരുന്നു നിഫ്റ്റിയുടെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വോളറ്റൈൽ മൂവ്മെൻ്റ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ അവസാന സമയങ്ങളിലൊക്കെ ആ ഒരു നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഒക്കെ അങ്ങനെ വന്നത്. എനിവേ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ റേഞ്ചിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നിഫ്റ്റി മേലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കണ്ടിട്ട് നല്ലൊരു സ്ട്രെങ്ത് കാണുന്നുണ്ട്. ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോകാനാണ് കൂടുതൽ സാധ്യത. ഇന്ന് നമ്മുടെ നിഫ്റ്റിയുടെ എക്സ്പയറി ആയതുകൊണ്ട് മാത്രമായിരിക്കാം ചെറിയൊരു സെൽ ഓഫ് വന്ന് ആ റേഞ്ചിൽ ക്ലോസ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു നമ്മുടെ ഇൻഡെക്സായ സ്മോൾ ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പ് ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തു. കൂടാതെ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റോക്കല്ല നമ്മുടെ സ്മോൾ ക്യാപ്പിൻ്റെ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തിട്ട് ഒരു ചെറിയൊരു സെല്ലിങ് നമ്മൾ കണ്ടു. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു ക്യാൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ആ ഓൾ ടൈം ഹൈൻ്റെ മുകളിലോട്ട് പോയി. പക്ഷേ സസ്റ്റെയിൻ ചെയ്ത് താഴെയാണ്. നമ്മൾ ഒരുപാട് നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ റേഞ്ചിൽ കൺസോൾട്ടേഷൻ വന്നൊരു ബ്രേക്ക് ഔട്ട് കിട്ടുമെന്നുള്ളത്. നമ്മൾ ഇപ്പോഴും അത് തന്നെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടി സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിലൊക്കെ നല്ലൊരു മൂവ്മെൻറ്റ് വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, നമ്മൾ പണ്ട് നമ്മുടെ ഈ സ്മോൾ ക്യാപ്പൊക്കെ വീണ സമയത്ത് ഈ റേഞ്ചിലൊക്കെ നമ്മൾ ആഡ് ചെയ്യാൻ പറഞ്ഞതാണ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ, പബ്ലിക് ഗ്രൂപ്പിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ പ്രൈവറ്റ് ഗ്രൂപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഒരു ബ്രേക്ക് ഔട്ടാണ്. നമുക്ക് ഇതിന് മുകളിൽ തന്നെ പോകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇതിൻ്റെ സപ്പോർട്ടൊക്കെ നമുക്ക് നാളെ നോക്കാം. നാളെ എങ്ങനെയാണ് സ്മോൾ ക്യാപ്പൊക്കെ പെർഫോം ചെയ്ത് നോക്കിയിട്ട് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് നാളത്തേക്ക് നോക്കാൻ പറ്റിയൊരു സ്റ്റോക്ക് നോക്കാം. സ്റ്റോക്കിൻ്റെ പേര് കരൂർ വൈശ്യ ബാങ്ക് ലിമിറ്റഡ് എന്നാണ്. സ്റ്റോക്ക് ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്ത് 2% താഴെയാണ് ക്ലോസ് ചെയ്ത്. പക്ഷെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോക്കിൻ്റെ നല്ലൊരു ബ്രേക്ക് ഔട്ട് നടന്നുണ്ട്. ബ്രേക്ക് ഔട്ട് നടന്നത് കൂടാണ്ട് തന്നെ നല്ലൊരു ക്യാൻഡിലാണ് ഫോം ചെയ്ത. ബ്രേക്ക് ഔട്ടിൻ്റെ അടുത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു കൺസോൾട്ടേഷൻ കഴിഞ്ഞ ബ്രേക്ക് ഔട്ടാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയത്. അപ്പോൾ ഈ റേഞ്ചിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് വേണമെങ്കിൽ ഒരു ഷോർട്ട് ടൈമിലേക്കൊക്കെ ഒരു എൻട്രി നോക്കാവുന്നതാണ്. ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ഒരിക്കലും ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, നമ്മളൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് മാത്രമായിട്ട് നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. നല്ല റിസൾട്ടൊക്കെ വന്നൊരു സ്റ്റോക്കാണ്. കൂടാതെ ബ്രേക്ക് ഔട്ട് നടന്ന് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഒരു മൂവ്മെൻറ്റ് നോക്കേണ്ട. വളരെ ചെറിയൊരു വോളിയത്തോടുള്ള ഒരു പാനിക് സെല്ലിംഗ് ആണ്. മിക്കവാറും ഈ റേഞ്ചിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് ചെറിയൊരു ടാർഗറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ടാർഗറ്റ് സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഉണ്ടാവും. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ പറയുന്നത് ഒരു ബൈ ചെയ്യാനല്ല, നിങ്ങൾക്ക് പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കാനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് മാത്രം നമ്മൾ ഒന്ന് നാളെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്കിതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ നമുക്ക് നാളെ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്